അങ്ങനെ കർഷകർക്കൊപ്പമുള്ള ഒരു ഓണാഘോഷം നമ്മൾ കണ്ടു. ദീപക് മോഹനാണ് നമുക്കൊപ്പം ചേർന്നത്. ഓണത്തിന് സമാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് 9-ാം തീയതി ഘോഷയാത്രയാണ്. പക്ഷെ അതിനു മുമ്പ് 8-ാം തീയതി നമുക്കൊരു പരിപാടിയുണ്ട്. തിങ്കളാഴ്ച തൃശ്ശൂരിൽ പുലികളി നടക്കും. 9 സംഘങ്ങളാണ് ഇത്തവണ പുലികളിയിൽ പങ്കെടുക്കുക. പുലിമടകളൊക്കെ അവസാന ഒരുക്കത്തിലേക്ക് കടന്നിട്ടുണ്ട്. ജെയ്സൺ ചാമുളപ്പിൽ നമുക്കൊപ്പം ചേരുകയാണ്. ജെയ്സൺ ചാമുളപ്പിൽ, തൃശ്ശൂരിന്റെ ഓണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുലികളിയാണ്. പുലികളിക്ക് അങ്ങോട്ട് ഇറങ്ങാനായിട്ട് ഇങ്ങനെ തരിച്ചു നിൽക്കുകയാണ് എല്ലാവരും. അപ്പോ പുലികളി സംഘങ്ങൾ ഇത്തവണ ഒരു മട കൂടുതലുണ്ടെന്ന് തോന്നുന്നു. എങ്ങനെയാണ് ഒരുക്കങ്ങൾ? സുജയ, കഴിഞ്ഞ തവണ സുജയ വന്ന് പുലികളിയൊക്കെ തിമിർത്ത് പോയതല്ല. ഇത്തവണ നമുക്ക് ഗംഭീരമാക്കണം. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ടീം ഇത്തവണയുണ്ട്. ഇത്തവണ 9 ടീമുകളുണ്ട്. വളരെ വിപുലമായ ഒരുക്കങ്ങളാണ്. 9 സ്ഥലങ്ങളിലും പുലിമടകൾ ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും രഹസ്യ പുലികളുടെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് അയ്യന്തോൾ പ്രദേശത്താണ്. എല്ലാവരും രാവിലെ തന്നെ വന്ന് ഇതിന്റെ പരിപാടികളാണ്. അവർ ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രമേ ഇപ്പൊ നമുക്ക് കാണിച്ചു തരുള്ളൂ. അപ്പൊ ഈ പുലിയുടെ മുഖങ്ങളൊക്കെ കണ്ടില്ലേ, ചെറിയ ചെറിയ സാധനങ്ങളാണ് ഇപ്പോൾ അവർ കാണിക്കുള്ളൂ. നാളെ കുറച്ചും കൂടി വിപുലമായ സംവിധാനങ്ങൾ അവർ നമുക്ക് കാണിച്ചു തരും. മറ്റന്നാൾ അതിന്റെ പൂർണ്ണ രൂപം പ്രാപിക്കും. ഇത്തവണ വനിതാ പുലികളും ഒക്കെ ഉണ്ട്. അതിഗംഭീരമാണ്. നിശ്ചല ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതിന്റെ സംഘാടകരൊക്കെയും രാവിലെ തന്നെ വന്ന് സജീവമായി നിൽക്കണം. റോബ്സേട്ടാ, ഇത്തവണ എന്താ സ്ഥിതി? നമ്മുടെ ഇത്തവണ ഞങ്ങൾ ജയിക്കാനായി ജയിച്ചവരാണ്. ഞങ്ങളെ തോൽപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല, ഒരു ശക്തിക്കും കഴിയില്ല. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ തവണ 2023 8-7 സമ്മാനമാണ് ഇതായിരിക്കുന്നത്. ഗംഭീര സംഭവമുള്ളത്. അതായത് ഓവറോൾ ചാമ്പ്യൻഷിപ്പാണ്. ബാക്കിയുള്ളതൊക്കെ അവിടെ വെച്ചിരിക്കുക, മടയിൽ വെക്കാൻ സ്ഥലമില്ല. പിന്നെ വേറൊരു കാര്യം, ഈ പാതുകം, കയ്യൊറ, അതുപോലെ തന്നെ പുലിയുടെ ചെരുപ്പ്, ഇതൊക്കെ ഞങ്ങൾ മുമ്പേ വിട്ടതാ. ഇത്തവണ ഞങ്ങൾ ഇതേ കൊണ്ടുവരുന്നു ഒരു കൊട. ഇത് പുലിക്കൊട അമ്പ, അത് ഗംഭീരായിട്ടത്. ഇത് സൂപ്പറാണുള്ളത്. ഇതൊരു സാമ്പിളാണ്. നമ്മൾ വേറെ സാധനം ഒരുക്കി വെച്ചിട്ടുണ്ടല്ലേ. ഇത് ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഒരു കാണിക്കണതാണ് കേട്ടാ. ഇതിനേക്കാളും ഗംഭീരമായ സാധനം ഒരു തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു മോഡലാണ്. അതായത് തൃശ്ശൂർക്കാർക്ക് പൂരത്തിന് കൊട വേണം, കൊടമാറ്റം വേണം. ഈ പുലിക്കും ഒരു കൊട വേണ്ടേ? അപ്പൊ ഒരു പുലിക്കൊട ഇറക്കി. ഇനി വേറൊരു സാധനം ഇറങ്ങും, അത് നമുക്ക് വേദിയിൽ കാണാം. നമ്മളെയൊക്കെ പുലികളുടെ കളിയാണല്ലോ. തീർച്ചയായും ഞങ്ങളുടെ പുലിമടയിൽ നിന്ന് പുലികളെ മാത്രമല്ല ഞങ്ങൾ ഇറക്കാറ്. 365 ദിവസം ഞങ്ങൾ PSCക്ക് സൗജന്യമായി കുട്ടികൾക്ക് കോച്ചിങ് കൊടുത്ത് സർക്കാരിലേക്ക്, അതായത് ഈ പുലിക്കളിയോടൊപ്പം തന്നെ ഒരു സർവീസ് കൂടി നടത്തുന്ന സംഘടന. നമ്മുടെ ഒരു കൊട്ടുകാരൻ ചേട്ടൻ കയറുക, കൊട്ടുകാരൻ ചേട്ടൻ കയറുക അവിടെ കൂടെ. നമുക്ക് കൊട്ടും പാട്ടും ഇല്ലാണ്ട് തൃശ്ശൂർ എന്ത് ആഘോഷം? വനിതാ പുലിയാണ് കേട്ടോ സുജയ. അത് അങ്ങനെ സുജയ കണ്ടില്ലേ, വനിതാ പുലികളൊക്കെ റെഡിയായി നിൽക്കുകയാണ്. എല്ലാവരും ഇത്തവണ വനിതാ പുലി നമ്മളും ഇത്തവണ ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞോളൂ ജെയ്സൺ. ഇത്തവണ നമ്മള് പുലികളി ആഘോഷമാക്കും. ടാബ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഇന്ന് തൃശ്ശൂര് കാണാത്തൊരു അത്രയും ബൃഹത്തായിട്ടുള്ള സാധനമാണ് ഇറങ്ങുന്നത്. ഒരു ഇത്തവണ ഗംഭീര സാധനം. ഇന്ന് വരെ പുലികളി കാണാത്തൊരു പുലികളി കാണും. തീർച്ചയായിട്ടും ടാബ്ലോയില് ഒരു ചതിയുടെ, ഒരു പകയുടെ ഒരു വലിയ സംഭവമാണ് കാണിക്കുന്നത്. കൂടുതൽ പുറത്ത് പറയണ്ട, ആളുകൾ മനസ്സിലാവും പെട്ടെന്ന്. ഞങ്ങളൊരു പുലി ഇറങ്ങുന്നുണ്ട്, ഞങ്ങളുടെ പുലി സുജയ ഇറങ്ങുന്നുണ്ട് ഇത്തവണ. കഴിഞ്ഞ തവണ സുജയ എല്ലാ ദിവസവും രാവിലെ കാണാറുണ്ട്, അല്ലെങ്കിൽ വൈകിട്ട് കാണാറുണ്ട്. ശബ്ദം നേരിട്ട് എന്റെ ശബ്ദം സുജയ ആദ്യമായിട്ടൊക്കെ കേൾക്കണ്ടാവുക. നമുക്കത് ഗംഭീരാക്കും. സുജയയുടെ ആരാധകരെ മുഴുവൻ രാവിലെയും വൈകിട്ടൊക്കെ സുജയ. ക്ഷമിക്കണം സുജയ, തയ്യാറായിക്കോളൂ. അയ്യന്തോളിന്റെ പുലികൾ പുലിച്ചേലും പുലിച്ചൂടുമായി തൃശ്ശൂരിന്റെ നഗരത്തെ കിടുകിട വിറപ്പിച്ചുകൊണ്ട് ഇറങ്ങുന്നു. തൃശ്ശൂരിന്റെ പുലിക്കളി കാണാൻ ഓരോ മലയാളികളും തയ്യാറായിക്കോളൂ. അയ്യന്തോളിന്റെ മടയിലേക്ക് വരൂ. അതാണ് കാര്യം. ഉറപ്പായിട്ട് നമ്മൾ വരും. നമ്മൾ അയ്യന്തോളിന്റെ മടയിൽ തന്നെ തുടങ്ങും. പുലിക്കളി പൂരം
വേണ്ടി വന്നാൽ ഞങ്ങൾ അർജന്റീനയിൽ പോയി മെസ്സിയുടെ മുമ്പിലും കളിക്കും. എന്തോ പറയുന്നുണ്ട്, എന്താ പറഞ്ഞേ? വേണ്ടി വന്നാൽ അർജന്റീനയിൽ പോയിട്ട് ഞങ്ങൾ മെസ്സിക്ക് വേണ്ടി പുലിക്കളി കളിക്കും. നമ്മളെ കൊണ്ടുവരില്ല മെസ്സിനെ, ഇവിടെ നമ്മൾ കളിപ്പിക്കും. അപ്പൊ ഏതായാലും ആവേശത്തിലേക്ക് കടന്നു കഴിഞ്ഞു, പുലിമടകൾ ഒരുങ്ങി കഴിഞ്ഞു. സുജയ, ഓക്കെ, താങ്ക് യു. ജെയ്സൺ ചാവളപ്പിലാണ് അയ്യന്തോൾ പുലികളി സംഘത്തിനൊപ്പം ചേർന്നത്. അങ്ങനെ ഓരോ മടയും തയ്യാറാവുകയാണ്. ഇത്തവണ 9 മടകളിൽ പുലികൾ ഇങ്ങനെ തയ്യാറാകുമ്പോൾ ആ പുലികളി ഗംഭീരമാക്കുന്ന കവറേജ് ആയിരിക്കും. പതിവ് പോലെ തന്നെ റിപ്പോർട്ടർ മിക്കുറി ഒരുക്കുക. അപ്പോൾ പ്രേക്ഷകർ തുടർന്നോളൂ. നമ്മൾ ഓണ കാഴ്ചകളിലൂടെ, വിശേഷങ്ങളിലൂടെ, വാർത്തകളിലൂടെ നമ്മുടെ യാത്ര